ശരത്തിന്റെ കൈക്ക് പരിക്ക് കൂടുതലാണെന്നും അതുകൊണ്ട് ഉടനെ സർജറി വേണമെന്നും ഡോക്ടർ രേവതിയോട് പറയുന്നു. ഇപ്പോൾ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ എന്നും ബാക്കി തുക സർജറി കഴിഞ്ഞ ശേഷം നൽകാമെന്നും പറഞ്ഞ് രേവതി ഉടൻ സർജറി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. സർജറിക്ക് ശേഷം ശരത്തിനെ തിരിച്ച് റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശരത്തിന്റെ സർജറി കഴിഞ്ഞ കാര്യം പറയാൻ രേവതി പല തവണ സച്ചിയെ ഫോൺ ചെയ്തെങ്കിലും സച്ചി ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. കൂട്ടുകാരൻ മഹേഷ് സച്ചിയോട് ഫോൺ എടുക്കാൻ പറഞ്ഞെങ്കിലും എടുത്തിട്ട് എന്ത് പറയാനാ എന്നായിരുന്നു സച്ചിയുടെ മറുപടി. അതേസമയം ശരത്തിന്റെ കൈക്ക് ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതല്ലെന്നും ആരോ കൈ പിടിച്ചൊടിച്ചതാണെന്നും ഡോക്ടർ രേവതിയോട് പറഞ്ഞു. അതേപറ്റി അവനോട് ചോദിച്ച് മനസ്സിലാക്കാനും ഡോക്ടർ രേവതിയോട് നിർദ്ദേശിച്ചു. ഡോക്ടർ പറഞ്ഞ പ്രകാരം ശരത്തിനോട് ഇത് ബൈക്കിൽ നിന്ന് വീണതാണോ എന്ന് രേവതി ചോദിച്ചപ്പോൾ അതെ എന്ന് തന്നെയായിരുന്നു ശരത്തിന്റെ മറുപടി. എന്നാൽ ഒന്നുകൂടി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇത് ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതല്ലെന്നും സച്ചിയേട്ടൻ കൈ തല്ലി ഒടിച്ചതാണെന്നും അവൻ സത്യം പറഞ്ഞു. സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും പറയാതെ മഹേഷിനെ തല്ലിയപ്പോൾ ദേഷ്യം വന്ന് സച്ചിയേട്ടൻ പട്ടിയെ തല്ലും പോലെ തല്ലിയെന്ന് മാത്രമാണ് അവൻ രേവതിയോട് പറഞ്ഞത്. സച്ചിയാണ് കൈ തല്ലിയൊടിച്ചതെന്നറിഞ്ഞപ്പോൾ രേവതി ആകെ ഞെട്ടിത്തെറിച്ചു. അമ്മയുടെയും ദേവുവിന്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ചന്ദ്രയുടെ ബാഗ് മോഷ്ടിച്ച CCTV ദൃശ്യം സച്ചി കണ്ടെന്നോ താൻ പണം മോഷ്ടിച്ചത് അറിഞ്ഞാണ് സച്ചി തന്നെ തല്ലിയതെന്നോ ശരത്ത് ആരോടും പറഞ്ഞില്ല. എങ്ങനെ പറയും? ആ വിവരം പറഞ്ഞാൽ രേവതി തന്നെ അവനെ അടിച്ച് ശരിപ്പെടുത്തില്ലേ? എന്തായാലും സച്ചി കാരണമാണ് തന്റെ അനിയന് ഈ അവസ്ഥയുണ്ടായതെന്ന് രേവതിക്ക് മനസ്സിലായി കഴിഞ്ഞു. രേവതിയും സച്ചിയും ഇക്കാര്യത്തിൽ മിക്കവാറും അടിയാവാനാണ് സാധ്യത.